എല്ലാ പപ്പടവും ഒരുപോലെ പൊങ്ങിക്കോളും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണെന്ന്. മറ്റൊന്നുമല്ല, ഇത് നമ്മുടെ പുല്ലുളങ്ങര ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ സപ്താഹം ആണ്. സപ്താഹത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം നടക്കുന്ന ദിവസമാണ്. ഇന്ന് നമ്മളൊരു സദ്യ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഞാൻ. സപ്താഹം സഹദേവൻ എന്നറിയപ്പെടുന്ന പുല്ലുളങ്ങരയിലെ പ്രഗത്ഭനായ ഒരു പാചകക്കാരനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ രുക്മിണി സ്വയംവരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാചകം ചെയ്യുന്നത് അതിൻ്റെ തലേദിവസം മുതലുള്ള വീഡിയോസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം അവിടെ നടക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സാധാരണ അപ്പോൾ നമ്മളിന്ന് സപ്താഹമായിട്ട് നാളെ രുക്മിണി സ്വയംവരം അല്ലേ? അതെ, രുക്മിണി സ്വയംവരമായിട്ട് നാളെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ ഐറ്റംസ് കൂടുതലുണ്ടോ നാളെ? നാളെ എല്ലാ വിഭവങ്ങളോട് കൂടിയുള്ള സദ്യ. നാളെ എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. പായസമൊക്കെ എത്ര ഐറ്റം ഉണ്ട്? പായസം ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. പായസം ഒരു ഐറ്റം ഉള്ളൂ. ബാക്കി എല്ലാ തുടികറികളെല്ലാം എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മളെ ആൾക്കാരെല്ലാം ഇപ്പം നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. ഇത് എന്തിനുള്ളതാണ്? ഇത് സാമ്പാറിന്റെ ഉണ്ട്, അവിയലിന്റെ ഉണ്ട്. എന്താ സാധനം എന്തൊക്കെയാണ്? പയറും ഇത് അമരപ്പയറാണ്. ഇത് വെള്ളരിക്ക അരിഞ്ഞതാണ്, അരിഞ്ഞു വെച്ചിരിക്കുക. ഇത് പടവലങ്ങ അവിയലിനുള്ളതാണ്. വെള്ളരിക്കയും തടിയങ്കായും കൂടെ അരിഞ്ഞതാണ്. വെള്ളരിക്ക, തടിയങ്ക, ക്യാരറ്റ്, നല്ല പിന്നെ ചേന. നമ്മളിന്നിപ്പോ എല്ലാരും കൂടെ ജോലിക്കാരെല്ലാം കൂടെ എത്ര പേരുണ്ട് ഇപ്പൊ സാധാരണ എന്റെ കൂടെ? 21 ആളുകളുണ്ട്. 21 പേരുണ്ട്. 21 പേരുണ്ട്. അപ്പൊ നാളെ എത്ര പേർക്കുള്ള ഭക്ഷണം നമ്മൾ ഒരുക്കുന്നത്? നാളെ 10,000 പേർക്കുള്ള 10,000 പേർ ഭക്ഷണം നാളെ നമ്മൾ റെഡിയാക്കുന്നുണ്ട് അല്ലേ? അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്ര പേർക്കുള്ള ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്? ഇന്ന് അതായത് ആദ്യ ദിവസം പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് 7,000 പേരുടെ ചാപ്പാട് വരെ ഇന്ന് ഡെയിലി ഉണ്ടാക്കുന്നുണ്ട്. 7,000 പേരുടെ. നാളെ ഈ രുക്മിണി സ്വയംവരം ആയതുകൊണ്ട് 10,000 പേരുടെ ആഹാരം റെഡിയാക്കും. ഈ അടുപ്പേ കിടന്നിപ്പം തിളയ്ക്കുന്നത് എന്തുവാണ്? അത് ഗ്രീൻ പീസ് ആണ്. നാളത്തെ കാപ്പിക്കുള്ളതാണ്. നാളത്തെ കാപ്പിക്കുള്ള ഗ്രീൻ പീസാ രാവിലത്തെ. ഇത് നാളെ പരിപ്പ് വെക്കാൻ ഒരെണ്ണം. ഈ വലുതോ? ഇതിലാണ് ഞങ്ങള് സാമ്പാർ, അവിയല് എല്ലാം എടുക്കുന്നത്. ഈ വലിയ പാത്രത്തില്ല. ഇത് ഒരുപാട് വലിയ പാത്രമാണല്ലോ. അതെ. നമ്മൾ എത്ര പറ അരിയാണ് ഇന്ന് വെക്കുന്നത്? ഇന്ന് 45 പറ. 45 പറയുണ്ട്. 10,000 പേരുടെ ആഹാരമാണോ? ഞാൻ വരുമോ? അങ്ങോട്ട് വരുമോ? ലൈവ് ഒന്നുമല്ലാതെ ഹേ പരീക്ഷത്തെ മനസ്സിലാക്കൂ. കൃഷ്ണൻ ഏകം അവേഹിത്വാം. നീ മനസ്സിലാക്കുക, കൃഷ്ണൻ ആരാണ്? വാസ്തവത്തില് ആത്മാനം അഖിലാത്മന, എല്ലാവരുടെയും ആത്മാവാണ് ഈ ശ്രീകൃഷ്ണൻ. ഇനിയിപ്പോൾ നമ്മുടെ ആത്മാവ് മാത്രമാണോ ശ്രീകൃഷ്ണൻ? അതേ ഉള്ളൂ അല്ല. പിന്നെയോ അറിഞ്ഞോളൂ.
കാണപ്പെടുന്ന ലോകത്തിലെ എല്ലാ വസ്തുക്കളും അത് സ്ഥാസ്മൂർജ ഭഗവത് രൂപമഖിലം എല്ലാം ഭഗവാന്റെ രൂപങ്ങളാണ്. അന്യൽ വസ്തു ഇഹ കിഞ്ചന, കൃഷ്ണനല്ലാതെ മറ്റൊരു വസ്തുവും ഇല്ല. ചലിക്കുന്നതായിട്ടോ ചലിക്കാത്തതായിട്ടോ ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പോൾ എല്ലാമായി കാണപ്പെടും. ക്ഷേത്രത്തിന്റെ സെക്രട്ടറി എന്ന നിലയിൽ നമ്മുടെ പാചകത്തെ പറ്റി ഒന്ന് പറയാമോ? പാചകമൊക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. നമ്മുടെ 5ാമത് സപ്താഹത്തിന്റെ പാചകം നടത്തുന്നത് സരദേവൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ചേട്ടനാണ്. അതെ. അദ്ദേഹം വളരെ നാളായിട്ട് ഈ പാചക മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഗുരു ശങ്കരപ്പിള്ള എന്ന് പറഞ്ഞ ആളിൽ നിന്നാണ് അദ്ദേഹം ഈ കല അഭ്യസിച്ചത്. അദ്ദേഹത്തിന് ആ ഗുരുത്വം കാരണം നല്ല രീതിയിൽ എല്ലാ സദ്യകൾക്കും നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന വ്യക്തിയാണ്. നമ്മുടെ ഈ പുല്ലോണം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഇത് 4ാമത്തെ തവണയാണ് സപ്താഹത്തിന് ആഹാരം പാചകം ചെയ്തത്. നമ്മുടെ ക്ഷേത്ര പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ 10,000, 5,000, 6,000, 7,000 ജനങ്ങളാണ് ഈ ഭക്ഷണത്തിന് വേണ്ടി ഇത് ആഹാരം പ്രസാദ കൂട്ടിന് വേണ്ടി വരുന്നത്. അവർക്കെല്ലാം തൃപ്തികരമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ ആഹാരം പാകം ചെയ്യണം. ഓരോ ദിവസം ഓരോരോ മധുരങ്ങളും അതേപോലെ ഓരോരോ അരികളും ഓരോ വെറൈറ്റികളൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ പാകം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും 100% പുള്ളിയെക്കുറിച്ച് തൃപ്തിയാണ്. സാധാരണ രാവിലെ ഈ വലിയ ഉരുളിക്കകത്ത് എന്താണ് റെഡിയാക്കിയിട്ടിരിക്കുന്നത്? ഇത് അവിയലിന് വേണ്ടിയുള്ള കക്ഷ്യങ്ങളെല്ലാം കയറ്റി തീയിട്ടുകൊണ്ടിരിക്കുക. അവിയലാ? ഏറ്റവും വലിയ ഉരുളിക്കകത്ത് അവിയല അല്ലേ? അതൊന്ന് പൊക്കി കാണിക്കോ, പ്ലേറ്റ് ഒന്ന് പൊക്കി കാണിക്കോ. ആ, അടിപൊളി. ഇത് ഇത്രയും അവിയല എന്നത്തെ അല്ലേ? എന്താ മാമ രാവിലെ എന്താണ് ഫുഡ്? എന്താ ഇന്നത്തെ രാവിലെ? എന്താ രാവിലെ എന്താ വിളമ്പുന്നത്? ഉപ്പുമാവും ഗ്രീൻ പീസും ചായയാണ് രാവിലെ അല്ലേ? സൂപ്പർ ഭക്ഷണമാണ്. എല്ലാ ദിവസവും നല്ല ഭക്ഷണം തന്നെ അല്ലേ? രാവിലത്തെ ഭക്ഷണം എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണം. എങ്ങനെയുണ്ട് ഉപ്പുമാവും രാവിലത്തെ ഭക്ഷണം എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഭക്ഷണം. ഭഗവാനെ കിട്ടിയിട്ടും ദുഃഖം അനുഭവിക്കേണ്ടി വന്നു.
അപ്പോൾ ഇതെന്താണോ പായസമാണോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്? പാൽപ്പായസമാണ്. എത്ര ലിറ്ററിന്റെ പായസമാണിത്? 300 ലിറ്റർ പാലിന്റെ പായസമാണ് ഈ വെന്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? പാൽപ്പായസം. അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ എന്തുവായിരുന്നു പായസം? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തുവായിരുന്നു? ആദ്യത്തെ ദിവസം അരിയും പയറുമായിട്ടുള്ള പായസമായിരുന്നു. ആ, രണ്ടാമത്തെ ദിവസം സേമിയ പായസമായിരുന്നു. മൂന്നാമത്തെ ദിവസം അതായത് ഗോതമ്പിന്റെ പായസം. നാലാമത്തെ ദിവസം പിന്നെ പാലടയായിരുന്നു. അഞ്ചാമത്തെ ദിവസം പാൽപ്പായസം. ഇനി നാളെയോ? നാളെ അവൽ പായസമാണ്. ഓരോ ദിവസവും ഓരോ വെറൈറ്റി പായസങ്ങളാണ്. ലാസ്റ്റ് ദിവസം അടപ്രഥമൻ. പായസം എല്ലാം റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ പായസം വിളമ്പാനായിട്ട് പകരുകയാണ്. കൊരിക്കോ. എല്ലാ പാത്രവും ഒരുപോലെ പൊങ്ങിക്കോളും. പപ്പടമൊക്കെ ചൂടുന്നതിനൊരു രീതി ഉണ്ടല്ലേ? അല്ലേ? പപ്പടം ചൂടുന്നതിനൊരു രീതി ഉണ്ടല്ലേ? അതെ, പപ്പടത്തിന്റെ ഷേപ്പും പരുവവും എല്ലാം കറക്റ്റ് കിട്ടത്തുള്ളൂ. ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇതെന്താണ്? പച്ചടി. കിച്ചടി. ബീട്രൂട്ട് കിച്ചടി. പോരെ. നാരങ്ങ. അടുത്ത ഐറ്റം എന്താണ്? കടുമാങ്ങ. അടുത്ത നമ്മുടെ സ്പെഷ്യൽ സാധനം രസം അല്ലേ? രസം ഒന്ന് ഇളക്കി കാണിച്ചേ നോക്കട്ടെ. അടിപൊളി. എന്തോ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നേ? സാമ്പാർ. പുളിശ്ശേരി. ഇത് മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരിയാ സ്പെഷ്യൽ അല്ലേ? അവിയൽ. ചോറ് അല്ലേ? ഇതിന്റെ കൂടെ ബാക്കി ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ചെറുക്കപ്പേരി, പഴം, എല്ലാം ഉണ്ട്. അടുത്ത എന്താണ്? ഉരുളിക്കകത്ത് എന്താണ്? പരിപ്പ്.
അറിഞ്ഞോ അറിയാതെയോ ഭാഗവതം പഠിക്കാതെയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? കൃഷ്ണനെയാണല്ലേ. നമ്മുടെ ആത്മാവിനെയാണ് ആത്മാവാണ് കൃഷ്ണൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാ സ്നേഹിക്കുന്നത്? എന്താ പറ്റി? കുഴഞ്ഞിരിക്കുവാണോ? കുഴഞ്ഞിരിക്കുവാണോ? കുട്ടികളിൽ അവർക്ക് രണ്ട് കുട്ടികളിൽ കുഴഞ്ഞിരിക്കണോ? മോളും കുഴഞ്ഞോ? ജോലി ചെയ്ത് കുഴഞ്ഞോ? എല്ലാരും കുഴഞ്ഞിരിക്കുക. വിളമ്പാൻ പോവാ. അങ്ങോട്ട് വെക്കേ, ഇങ്ങോട്ട് പോയി ഇനി കൊണ്ടുപോകാ. അത് ഈശ്വര പൂജ നടത്തുന്നവരും എല്ലാ ഭക്തങ്ങളെയും പ്രത്യേകപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ചേച്ചി, ഇന്നത്തെ ഭക്ഷണം എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണം. പായസം കുടിച്ചോ? കൊള്ളാമോ പായസം? ചേട്ടാ, ഇന്നത്തെ ഭക്ഷണം എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണം. ഭക്ഷണം എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണം. പായസം കുടിച്ചോ? ഇന്ന് പാൽപ്പായസം അല്ലേ? ഭക്ഷണം കൊള്ളാം ആൻറ്റി. നല്ല ഭക്ഷണം. പാൽപ്പായസം കഴിച്ചോ? പാൽപ്പായസം വെച്ചിരിക്കുന്നു. അമ്മ, ഭക്ഷണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ഭക്ഷണമല്ലേ? ഇതുമായിട്ട് വരുവാഞ്ഞോട്ടോ. ഇവിടെ വെക്കരുത്. ചേച്ചി, ഭക്ഷണം എങ്ങനെയുണ്ട്? ഭക്ഷണം എങ്ങനെയുണ്ട്? സൂപ്പർ ഭക്ഷണമല്ലേ? പായസം കുടിച്ചോ?
പാൽപ്പായസം എങ്ങനെയുണ്ട്? ഇന്നത്തെ സ്പെഷ്യൽ കൊള്ളാവോ? എങ്ങനെയുണ്ടമ്മേ പാൽപ്പായസം കുടിച്ചോ? കൊള്ളാവോ? എങ്ങനെയുണ്ട് ഫുഡ് കഴിച്ചിട്ട്? കൊള്ളാവോ? ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഫുഡ് എങ്ങനെ ഉണ്ടാക്കേ? കുഴപ്പമില്ല, നല്ല ഫുഡാ.